സോ ഗ്രൂപ്പ് തിയറി എന്ന് പറയുന്നത് നമുക്ക് ഈ മോഡ്യൂളിൽ ഏറ്റവും ചെറിയൊരു ചാപ്റ്ററാണ്. സോ ഗ്രൂപ്പ് തിയറി. സോ എന്താണ് ഗ്രൂപ്പ് തിയറി? ഗ്രൂപ്പ് തിയറി എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് സിമട്രി. അതാണ് ഗ്രൂപ്പ് തിയറി. സോ സിമട്രി എന്ന് പറയുന്നത് എന്താണ്? സിമട്രി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഒബ്ജക്റ്റിന് മോർ ദാൻ 2 ഓറിയൻറ്റേഷൻസ് നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റത്തില്ല. അതിനെയാണ് സിമട്രി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു ഒബ്ജക്റ്റിന് 2 or more ഓറിയൻറ്റേഷൻസ് ഉണ്ട്, അത് പക്ഷേ ഇൻഡിസ്റ്റിങ്വിഷബിൾ ആണ്, അതായത് ഇക്വലൻ്റ് ആയിട്ടുള്ള ഓറിയൻറ്റേഷൻസ് ആണ്. അതിനെയാണ് സിമട്രി എന്ന് പറയുന്നത്. ഇതിൻ്റെ സ്റ്റഡീനെയാണ് നമ്മൾ ഗ്രൂപ്പ് തിയറി എന്ന് പറയുന്നത്. സോ ഗ്രൂപ്പ് തിയറിയുടെ അഡ്വാൻറ്റേജസ് ചോദിച്ചാൽ ഈ മൂന്നെണ്ണം, അല്ലെങ്കിൽ ഗ്രൂപ്പ് തിയറി ലൈക്ക് അതിൻ്റെ യൂസസ്, അതിൻ്റെ group theory is used to, അല്ലെങ്കിൽ it helps in the prediction of symmetry of electronic orbitals and predict whether the vibrations are രാമൻ ആക്റ്റീവ് അല്ലെങ്കിൽ IR ആക്റ്റീവ് ആണോ എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സ്റ്റീരിയോ കോഴ്സ് ഓഫ് എ തെർമൽ ഓർ ഫോട്ടോകെമിക്കൽ റിയാക്ഷൻ, ഇത് മേജർലി ഈ 3 കാര്യങ്ങൾക്കാണ് ഗ്രൂപ്പ് തിയറി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഗ്രൂപ്പ് തിയറി എന്ന് പറയുന്നത് നമുക്ക് ഗ്രൂപ്പ് തിയറി it helps us or it enables us for the prediction of symmetry of electronic orbitals, പിന്നെ nuclear vibrations, also predict whether the vibrations are IR or Raman active. അതുപോലെ തന്നെ സ്റ്റീരിയോ കോഴ്സ് ഓഫ് എ തെർമൽ ഓർ ഫോട്ടോകെമിക്കൽ റിയാക്ഷൻ, അതിൻ്റെ പ്രിഡിക്ഷനും നമ്മുടെ ഗ്രൂപ്പ് തിയറി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് സിമെട്രിക്കൽ ഓപ്പറേഷൻസ്. സിമെട്രിക്കൽ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് ബാക്കിയുള്ള ജോമെട്രിക്കൽ ഓപ്പറേഷൻസ് ലൈക്ക് റിഫ്ലക്ഷൻ, റൊട്ടേഷൻ, ഇൻവേർഷൻ, ഇതൊക്കെ ജോമെട്രിക്കൽ ഓപ്പറേഷൻസ് ആണ്. അതുപോലുള്ള ഒരു ഓപ്പറേഷൻ തന്നെയാണ് സിമെട്രിക്കൽ ഓപ്പറേഷൻ. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇത് രണ്ടും ഡിഫറെൻറ്റ് മോളിക്യൂൾസ് ആണ്, BA. ഈ AB, ഈ ഒരു ഫസ്റ്റ് ഫിഗറിനെ 180 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് സെക്കൻഡ് ഫിഗർ കിട്ടുന്നത്. ഇതപ്പോൾ പ്രാക്ടിക്കലി എന്താണ്? ഇത് രണ്ടും ഡിഫറെൻ്റ് ആണ്, പക്ഷേ കാണുമ്പോൾ നമുക്ക് ഒരുപോലെ തോന്നത്തില്ലേ? കാണുമ്പോൾ നമുക്ക് ഒരുപോലെ തോന്നും. സോ ഇവിടെ 180 ഡിഗ്രി റൊട്ടേഷൻ എബൌട്ട് ഇറ്റ്സ് അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് മോളിക്യൂളിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു ആക്സിസിൽ 180 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്തപ്പോഴാണ് നമുക്ക് സെക്കൻഡ് ഫണ്ട് കിട്ടിയത്, ഫ്രണ്ടിനെ റൊട്ടേറ്റ് ചെയ്തപ്പോൾ. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ പറയാം ഈ 180 ഡിഗ്രി റൊട്ടേഷൻ എന്ന് പറയുന്നത് ഈ കേസിൽ ഒരു സിമെട്രിക്കൽ ഓപ്പറേഷനാണ്. ഓക്കെ, സോ ആക്ച്വലി ദീസ് 2 ഓറിയൻറ്റേഷൻസ് എന്ന് പറയുന്നത് ആർ ഇൻഡിസ്റ്റിങ്വിഷബിൾ, റൈറ്റ്? The 2 orientations can be obtained by rotation of one molecule through 180 degree about an axis through center. Okay, അപ്പോൾ ഈ റൊട്ടേഷനെ നമുക്ക് എന്ത് പറയാം? ഒരു സിമെട്രിക്കൽ ഓപ്പറേഷൻ എന്ന് പറയാം. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് സിമെട്രി എലമെൻറ്റ്സ്. മേജർലി 5 സിമെട്രി എലമെൻറ്റ്സ് ആണ് വരുന്നത്. സോ സിമെട്രി എലമെൻറ്റ്സ് എന്ന് പറയുമ്പം എന്തൊക്കെയാണ്? സെൻറ്റർ ഓഫ് സിമെട്രി, ദെൻ സെൻറ്റർ ഓഫ് സിമെട്രി, proper rotation axis, then plane of symmetry, improper axis of symmetry, identity എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല. ഐഡൻറ്റിറ്റി എലമെൻറ്റ് എന്താണ്? ലൈക്ക് 1 ഒരു ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണ്. അത് ഏതിൻ്റെ കൂടെ ഇൻറ്റു ചെയ്താലും നമുക്ക് 1 ആ നമ്പർ തന്നെയാണ് കിട്ടുന്നത്, അല്ലേ? അതുപോലെയാണ് ഐഡൻറ്റിറ്റി എലമെൻറ്റ് എന്ന് പറയുന്ന എലമെൻറ്റ് ഏതൊരു എലമെൻറ്റിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് ആ എലമെൻറ്റ് തന്നെ കിട്ടും. ലൈക്ക് വിത്തൗട്ട് അൺചേഞ്ച് we will get that element. അത് തന്നെയാണ് ഐഡൻറ്റിറ്റി എലമെൻറ്റ്. അതിൽ കൂടുതലൊന്നും പറയാനില്ല. സെൻറ്റർ ഓഫ് സിമെട്രി എന്ന് പറയുന്നത് അതൊരു ഇമാജിനറി പോയിൻ്റാണ്. സിമെട്രി അല്ലെങ്കിൽ ഒരു മോളിക്യൂളിൻ്റെ സെൻറ്ററിലുള്ളൊരു ഇമാജിനറി പോയിൻ്റാണ്. അതിൽ through which reflection of each atom can be carried out to result in coincidence with an equivalent atom. അതായത് വേറെ ഒന്നുമില്ല, NiCl4 നിക്കൽ സെൻറ്റർ ആറ്റമാണ്. അതെന്ത് വന്നാലും അത് മാറത്തില്ലല്ലോ, അല്ലേ? ബാക്കിയുള്ള ഓറിയൻറ്റേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയാലും Ni എന്ന് പറയുന്നത് മാറത്തില്ല. വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം എത്തിലീൻ പറയാം, C+C, ബാക്കി H വാലൻസീസ് ഫിൽ ചെയ്യുന്നു. അതും അവിടെയും എന്താണ്? ലൈക്ക് ഒരു ആറ്റം സെൻറ്ററിൽ കാണും, അത് യുണീക്കാണ്, അവിടെ റീപ്ലേസ്മെൻറ്റ്സ് വരത്തില്ല, എന്ത് ചേഞ്ചും അതിന് ബാധിക്കത്തില്ല. അതാണ് ഈ സെൻറ്റർ ഓഫ് സിമെട്രി പറയുമ്പോൾ പറയേണ്ടത്. ഇപ്പം NH3 ഒരു മോളിക്യൂള്, ആ ഒരു മോളിക്യൂളിന് സെൻറ്റർ ഓഫ് സിമെട്രി ഇല്ല. 3 മോളിക്യൂൾസ് വരുന്നതിനൊന്നും സെൻറ്റർ ഓഫ് സിമെട്രി കാണത്തില്ല കേട്ടോ. ഈ ഒരു സിമെട്രി ഓപ്പറേഷൻ ഇൻവേർഷൻ എന്ന് നമുക്ക് പറയാം. സെൻറ്റർ ഓഫ് സിമെട്രി എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, സെൻറ്റർ ഓഫ് മോളിക്യൂളിൽ വരുന്ന ഒരു ഇമാജിനറി പോയിൻ്റ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഇസ് ആക്സിസ് ഓഫ് സിമെട്രി. ആക്സിസ് ഓഫ് സിമെട്രി എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അവിടെ റൊട്ടേഷൻ അബൌട്ട് 180 ഡിഗ്രി അത് ചെയ്തു, അതൊരു സിമെട്രി ഓപ്പറേഷനാണ്. ആ സിമെട്രി വന്നപ്പോൾ നമ്മൾ റൊട്ടേറ്റ് ചെയ്തത് ആക്സിസിൽ കൂടെയാണ്. സോ ഇറ്റ് ഈസ് ആൻ ഇമാജിനറി ആക്സിസ്
passing through the molecule about which molecule can be rotated to produce equivalent orientations. Equivalent orientations ഇതിനെയാണ് നമ്മൾ ആക്സിസ് ഓഫ് സിമട്രീനെയാണ് നമ്മൾ പ്രോപ്പർ റൊട്ടേഷൻ ആക്സിസ് എന്നും പറയുന്നത്. ഈ പ്രോപ്പർ റൊട്ടേഷൻ ആക്സിസും ആക്സിസ് ഓഫ് സിമട്രി ഒന്നുമില്ല, വേറെ ഒന്നുമില്ല. ഇറ്റ് ഈസ് ആൻ ഇമാജിനറി ആക്സിസ് ത്രൂ വിച്ച് molecule can be rotated so that leaving an indistinguishable another molecule, അല്ലേ? അത് തന്നെയാണ്. ഇനി വരുന്ന ഇംപ്രോപ്പർ ആക്സിസ് പറഞ്ഞില്ലല്ലോ, അല്ല പ്ലെയിൻ ഓഫ് സിമട്രി പറഞ്ഞല്ലോ. പ്ലെയിൻ ഓഫ് സിമട്രി എന്താണ്? ഇമാജിനറി പ്ലെയിൻ വിച്ച് ഡിവൈഡ്സ് ദി മോളിക്യൂൾ ഇൻ ടു 2 പാർട്സ്. ലൈക്ക് മിറർ ഇമേജസിലേക്ക് ഡിവൈഡ് ചെയ്ത് തരുന്ന ഒരു ഇമാജിനറി ആയിട്ടുള്ള ആക്സിസിനെയാണ് നമ്മൾ ഇമാജിനറി ആയിട്ടുള്ള പ്ലെയിനിനെയാണ് നമ്മൾ പ്ലെയിൻ ഓഫ് സിമട്രി എന്ന് പറയുന്നത്. ഇനി ഇംപ്രോപ്പർ ആക്സിസ് ഓഫ് സിമട്രി. ഇംപ്രോപ്പർ ആക്സിസ് ഓഫ് സിമട്രി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ആൻ ഇമാജിനറി ആക്സിസ് through which molecule can be rotated and then reflected on the plane perpendicular to the rotation axis. അതായത് നമ്മളിപ്പം റൊട്ടേറ്റ് ചെയ്യുന്നത് ബാക്കിയുള്ള ഇടത്തൊക്കെ നമ്മൾ ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. 360 ഇവിടെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതായത് ലൈക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പം നമുക്ക് മോളിക്യൂളിനെ അൺചേഞ്ച് ആയിട്ട് കിട്ടും. That is what improper. അതായത് it is an imaginary axis on which molecule can be rotated and then reflected on the plane perpendicular to the rotation axis. ഇതിനെ നമ്മൾ റൊട്ടേഷൻ റിഫ്ലക്ഷൻ ആക്സിസ് എന്നും പറയാറുണ്ട്. ഇതിൽ ഇനി എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് ഈ സിമട്രിക്കൽ എലമെൻറ്റ്സിൻ്റെ കറസ്പോണ്ടിങ് സിമട്രി ഓപ്പറേഷൻ. ആദ്യം സെൻറ്റർ ഓഫ് സിമട്രി. അതിൻ്റെ സിമട്രി ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇൻവേർഷനാണ്. നമ്മൾ ഐ വച്ചാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അടുത്ത പ്ലെയിൻ ഓഫ് സിമട്രി. അതിൻ്റെ സിമട്രി ഓപ്പറേഷൻ എന്ന് പറയുന്നത് പ്ലെയിൻ ഓഫ് സിമട്രിയുടെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് റിഫ്ലക്ഷനാണ്. റിഫ്ലക്ഷൻ റൊട്ടേറ്റഡ് ബൈ സിഗ്മ. പ്രോപ്പർ ആക്സിസ് ഓഫ് സിമട്രി. അവിടെ പ്രോപ്പർ ആക്സിസ് ഓഫ് സിമട്രിയുടെ സിമട്രി ഓപ്പറേഷൻ എന്ന് പറയുന്നത് റൊട്ടേഷനാണ്, ഡിനോട്ടഡ് ബൈ C2. ഇംപ്രോപ്പർ ആക്സിസിനെ SN വെച്ചാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അവിടെ റൊട്ടേഷൻ ഫോളോയിഡ് ബൈ റിഫ്ലക്ഷൻ. ഓക്കെ, ഇവിടെ റൊട്ടേഷൻ മാത്രമാണെങ്കിൽ ഇവിടെ റൊട്ടേഷൻ ഫോളോയിഡ് ബൈ റിഫ്ലക്ഷൻ. ഐഡൻറ്റിറ്റിയിൽ അവിടെ ആക്ച്വലി സിമട്രി ഓപ്പറേഷൻസ് ഒന്നും വരുന്നില്ല, ഈ വെച്ച് നമ്മൾ ഡിനോട്ട് ചെയ്യും. സോ ആദ്യം സെൻറ്റർ ഓഫ് സിമട്രി, അവരുടെ സിമട്രി ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇൻവേർഷൻ. പ്രോപ്പർ ആക്സിസ്, പ്രോപ്പർ റൊട്ടേഷൻ ആക്സിസ് ഇവിടെ എന്താണ്? റൊട്ടേഷൻ. ദെൻ പ്ലെയിൻ ഓഫ് ആക്സിസ്, പ്ലെയിൻ ഓഫ് സിമട്രി റിഫ്ലക്ഷൻ. ഇവിടെ റൊട്ടേഷൻ ഇംപ്രോപ്പർ ആണെങ്കിൽ റൊട്ടേഷൻ ഫോളോയിഡ് ബൈ റിഫ്ലക്ഷൻ, ഇവിടെ നോ ആക്ഷൻ. സോ മേ ബി ചോദിക്കാം സിമട്രി എലമെൻറ്റ്സിൻ്റെ ലൈക്ക് സിമട്രി ഓപ്പറേഷൻസ്. ഇനി ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് ഗ്രൂപ്പ്. അബെല്യൻ ഗ്രൂപ്പ്, നോൺ അബെല്യൻ. അബെല്യൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഇൻ വിച്ച് ഓൾ എലമെൻറ്റ്സ് കമ്മ്യൂട്ട്, അതാണ് അബെല്യൻ ഗ്രൂപ്പ്. എക്സാമ്പിൾ വാട്ടർ തന്നെയാണ്. സെറ്റ് ഓഫ് സിമട്രി ഓപ്പറേഷൻസ് ഇൻ വാട്ടർ ഒരു അബെല്യൻ ഗ്രൂപ്പാണ്. നോൺ അബെല്യൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഓൾ എലമെൻറ്റ്സ് ഈച്ചതായിട്ട് കമ്മ്യൂട്ട് ചെയ്യാൻ പറ്റൂല, അതാണ് നോൺ അബെല്യൻ. എക്സാമ്പിൾ സിമട്രി, സെറ്റ് ഓഫ് സിമട്രി ഓപ്പറേഷൻസ് ഓഫ് NH3. ഇനി ഗ്രൂപ്പ് തിയറി. ഗ്രൂപ്പ് തിയറിയിൽ 5 പോസ്റ്റ്ലേറ്റ്സ് ആണ് വരുന്നത്, വെരി ഇമ്പോർട്ടൻറ്റ്. അതിനു മുമ്പ് ഗ്രൂപ്പ് തിയറി പറഞ്ഞിട്ട് പറയാം. ഇത് ഗ്രൂപ്പ് തിയറി എന്ന് പറയുമ്പോൾ വേറെ ഒന്നും പറയുന്നില്ല. ഫസ്റ്റ് പോയിന്റ് എന്താണ്? 2 എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്യുമ്പോൾ തേർഡ് എലമെൻറ്റ് കിട്ടും. ആ തേർഡ് എലമെൻറ്റ് ഗ്രൂപ്പിൽ കാണും. ലൈക്ക് 2 എലമെൻറ്റ്സ് ഓഫ് എ ഗ്രൂപ്പ് കമ്പൈൻ ടു ഗിവ് എ തേർഡ് എലമെൻറ്റ് ഓഫ് ദി ഗ്രൂപ്പ്. അതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് എലമെൻറ്റ് കമ്പൈൻസ് വിത്ത് ഇറ്റ് സെൽഫ് ടു ഗിവ് അനദർ element which is present in the group. Okay, an element combines with itself to form another element of the group. അതാണ് സെക്കൻഡ്. അടുത്ത പോയിന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. എന്താണ്? ഒരു ഗ്രൂപ്പിൽ ഒരു എലമെൻറ്റ് കാണും. എന്താണ്? അത് ഏതൊരു എലമെൻറ്റായിട്ട് കമ്മ്യൂട്ട് ചെയ്താലും ആ എലമെൻറ്റിനെ അൺചേഞ്ച് ചെയ്ത് വിടും. അതാണ് element, identity element. So every group consists of one element which commutes with all the elements and leaves the unchanged, leaves the element unchanged. അതങ്ങനെയുള്ള എലമെൻറ്റിനെ നമ്മൾ ഐഡൻറ്റിറ്റി എലമെൻറ്റ്, ദാറ്റ് ഈസ് അവർ തേർഡ് പോയിന്റ്. പിന്നെ എവറി എലമെൻറ്റ് ഓഫ് എ ഗ്രൂപ്പ് ഒബേ അസോസിയേറ്റീവ് ലോ ഓഫ് കോമ്പിനേഷൻ. അസോസിയേറ്റീവ് ലോ എന്താണെന്ന് അറിയാം. ഇനി അടുത്ത് ഫൈനൽ പോയിന്റ് എന്ന് പറയുന്നത് എവറി എലമെൻറ്റ് ഹാസ് എൻ ഇൻവേഴ്സ് ഓർ റെസിപ്രോക്കൽ വിച്ച് ഇസ് ഓൾസോ ആൻ എലമെൻറ്റ് ഓഫ് ഗ്രൂപ്പ്. നിങ്ങൾക്കറിയാം ഒരു എലമെൻറ്റിന് എന്തായാലും അതിന് ഇൻവേഴ്സ് കാണും, ആ ഇൻവേഴ്സും ഗ്രൂപ്പിൽ കാണും. സോ ദീസ് ആർ ദി 5 പോയിന്റ്സ്. ആദ്യം 2 elements combine to give a third element of the group. പിന്നെ element combines with itself to give another element of the group. Okay, then third point, every group will contain an element which
combines അല്ലെങ്കിൽ commute with all the elements and leave the element unchanged. Such element is known as identity element. Fourth point, all elements obey associative law of combination. And final point, every element has an inverse or reciprocal which is also an element of the group. Yes, ടൈപ്സ് ഓഫ് ഗ്രൂപ്പ്സ് പറഞ്ഞു. ഇനി പിന്നെ വേറൊരു ടൈപ്പ് ഗ്രൂപ്പും കൂടെ ഉണ്ട്, സൈക്ലിക് ഗ്രൂപ്പ്. സൈക്ലിക് ഗ്രൂപ്പ് എന്താണ്? ഓൾ എലമെൻറ്റ്സ് ആർ ജനറേറ്റഡ് ഫ്രം വൺ എലമെൻറ്റ്, അതാണ് സൈക്ലിക് ഗ്രൂപ്പ്. ഇപ്പം എക്സാമ്പിൾ എ സ്ക്വയർ, എ ക്യൂബ്, എ റേസ് ടു 4, എ റേസ് ടു 5, ഇതൊക്കെ എ എന്ന് പറയുന്ന ബേസിക് എലമെൻറ്റിൽ നിന്നാണ് ഫോം ചെയ്തിട്ടുള്ളത് അല്ലേ. യെസ്. ഓർഡർ ഓഫ് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഇസ് ദി ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ്. ഇനി ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓഫ് S2V ഗ്രൂപ്പ്. അതെന്താണ്? ഈ S2Z സിഗ്മ വി XZ സിഗ്മ വി ബാർ. വാട്ടറിൻ്റെയൊക്കെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ചോദിക്കാൻ പറഞ്ഞാലും ഇതാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് നോക്കാതെ പോകരുത്. നമുക്ക് ഒരേ ഒരു C2V ഗ്രൂപ്പ് മാത്രമേ പഠിക്കാനുള്ളൂ, ടേബിൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓഫ് C2V ഗ്രൂപ്പ് മാത്രമേ പഠിക്കാനുള്ളൂ. പിന്നെ പോയിൻ്റ് ഗ്രൂപ്പ് എന്താണെന്ന് ചോദിക്കാം. ഈ പോയിൻ്റ് ഗ്രൂപ്പിനെ പറ്റി ആക്ച്വലി ഡീറ്റെയിൽ ഓൺ പഠിക്കാനുണ്ട്. പോയിൻ്റ് ഗ്രൂപ്പ് ഓഫ് സർട്ടീൻ മോളിക്യൂൾ എടുത്ത് തന്നിട്ടുണ്ട്, ലൈക്ക് പോയിൻ്റ് ഗ്രൂപ്പ്സ് ഓഫ് അസറ്റലീൻ, വാട്ടർ, ഇവരെ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. സോ ഇത് ഇത്രയും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് സെഷൻ പറഞ്ഞു, സെക്കൻഡ് സെഷൻ പറഞ്ഞിട്ടില്ല, ഈ സെഷൻ പറഞ്ഞിട്ടില്ല, തേർഡ് ആൻഡ് ഫോർത്ത് സെഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇത്രയേ ഉള്ളൂ. ഗ്രൂപ്പ് തിയറി ഭയങ്കര സിമ്പിൾ ചാപ്റ്ററാണ്. സോ പോയിൻ്റ് ഗ്രൂപ്പ്സ് എന്ന് വെച്ചാൽ എന്താണ്? വേറെ ഒന്നുമില്ല, ലൈക്ക് ഓൾ സിമട്രി ഓപ്പറേഷൻസ്. ഒരു മോളിക്യൂൾ എത്ര നമ്പർ ഓഫ്, ഇപ്പം ഞാനിവിടെ എടുത്ത് പറഞ്ഞാണെങ്കിൽ ഇപ്പോൾ സിമട്രി എലമെൻറ്റ്സ് പറഞ്ഞ സമയത്ത് എടുത്ത് പറഞ്ഞ കുറച്ച് സിമട്രി ഓപ്പറേഷൻസ്, ഇൻവേർഷൻ, റൊട്ടേഷൻ ഫോളോയിഡ് ബൈ റിഫ്ലക്ഷൻ, ദെൻ പ്ലെയിൻ ആയിട്ട് റിഫ്ലക്ഷൻ, ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞില്ലേ. സോ പോയിൻ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഇൻ വിച്ച് ഓൾ ദി സിമട്രി ഓപ്പറേഷൻസ്, ഒരു മോളിക്യൂളിന് എത്രത്തോളം സിമട്രി ഓപ്പറേഷൻസ് ഒരു മോളിക്യൂളിൽ വർക്കൗട്ട് ആവുമോ, വിച്ച് ലീവ്സ് ദാറ്റ് മോളിക്യൂൾ ഇൻഡിസ്റ്റിങ്ക്വിഷബിൾ, ലൈക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റൂല. ഓക്കെ, ഇൻഡിസ്റ്റിങ്ക്വിഷബിൾ ആയിട്ട് നമുക്കൊരു മോളിക്യൂളിനെ എത്രത്തോളം നമ്പർ ഓഫ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യിക്കാൻ പറ്റും, അതാണ് പോയിൻ്റ് ഗ്രൂപ്പ്. സോ ഇറ്റ് ഈസ് ദി പോയിൻ്റ് ഗ്രൂപ്പ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് like a group a point group describes all the symmetry operations that can be performed on a molecule that result in indistinguishable orientation. So different molecules ne different structure and shape ആയിരിക്കും, പക്ഷേ ഒരു സെയിം സെറ്റ് ഓഫ് സിമട്രി എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഒരു സെയിം പോയിന്റ് ഗ്രൂപ്പ് കാണും. അങ്ങനെയുള്ള എലമെൻറ്റ്സിന് എന്താണ് കോമൺ, ലൈക്ക് വാട്ടർ ആൻഡ് ടെട്രാഹെഡ്രൽ. വാട്ടർ ആംഗുലാർ സ്ട്രക്ചറാണ്, ടെട്രാഹെഡ്രൽ സ്ട്രക്ചറാണ് നമ്മുടെ CH2 അസറ്റിലിൻ ഡൈക്ലോറോ അസറ്റിലിൻ. ഓക്കെ, CH2Cl2 അതിനൊരു ടെട്രാഹെഡ്രൽ സ്ട്രക്ചറാണ്. പക്ഷേ വാട്ടറും ലൈക്ക് ഡൈക്ലോറോ അസറ്റിലിൻ അത് രണ്ടും പോയിൻ്റ് ഗ്രൂപ്പ് C2V ആണ്. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും സെയിം പോയിൻ്റ് ഗ്രൂപ്പ് അല്ലേ. സോ ഡിഫറെൻറ്റ് മോളിക്യൂൾസ് ഡിഫറെൻറ്റ് സ്ട്രക്ചറൊക്കെ കാണും, പക്ഷേ പോയിൻ്റ് ഗ്രൂപ്പ് സെയിം ആണെങ്കിൽ, ലൈക്ക് സെറ്റ് ഓഫ് സിമട്രി സെയിം ആണെങ്കിൽ പോയിൻ്റ് ഗ്രൂപ്പ് സെയിം ആയിരിക്കും. സോ it can be അല്ലെങ്കിൽ a point group describes all symmetry operations that can be performed on a molecule that result in indistinguishable orientations. സോ ഗ്രൂപ്പ് തിയറിയിൽ ഞാൻ പറഞ്ഞില്ലേ ഒരു സെക്ഷൻ വെച്ച് ബാക്കിയൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഇൻ ദ സിംഗിൾ വീഡിയോ റിവിഷൻ പോലാണ് കേട്ടോ. താങ്ക് യു.